ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വിജയിച്ചു വരുന്നതിൽ പകുതിയിലേറെ പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഇപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒരു പീഡന കേസ് ഉണ്ടായിരിക്കുന്നു. പീഡന കേസിൽ ബലാത്സംഗം നടന്നിരിക്കുന്നു. അതിൽ ഒരു MP തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ MP ആണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം എന്തായിരിക്കും? ഈ ജനപ്രതിനിധികളെല്ലാം ഒരു മാതൃകയാവേണ്ട വ്യക്തിത്വങ്ങളല്ലേ? തീർത്ഥം നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസ് അതിൻ്റെ നെഹ്റൂവിയൻ പാരമ്പര്യം രാഹുൽ ഗാന്ധിയിലൂടെ തുടരുന്നുണ്ട്. കുറച്ചൊക്കെ അതിൻ്റെ MP മാരും കുറേയൊക്കെ കാണിക്കുന്നുണ്ട്. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ എന്ന് ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു സംഭവമാണിത്. ജീർണത അടിമുടി ബാധിച്ചിരിക്കുന്നു. ലൈംഗികമായ ജീർണത ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ പണമൊക്കെ വളരെ ധാരാളമാണ്. അഴിമതിയിൽ കൂടി കിട്ടുന്ന പണം, അധികാരത്തിൽ നിന്ന് കിട്ടുന്ന പണം, MP എന്നുള്ള സ്ഥാനം ഉപയോഗിച്ചും പണം കിട്ടുന്നുണ്ട്. മുഹുവ മൈത്രയൊക്കെ അങ്ങനെ പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള തെളിവ് പാർലമെൻറ്റിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംസ്കാരം, ജീർണതയുടെ സംസ്കാരം, ഈ അധിക ധനമുണ്ടാകുമ്പോൾ അധിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തൃഷ്ണ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ധാർമ്മികമായിട്ടുള്ള എത്തിക്സ് ഉണ്ട്. കോൺഗ്രസിന് അതൊന്നുമില്ല. രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഈ വൃത്തികേടുകൾ, വിദേശയാത്രകൾ, അത് സെക്യൂരിറ്റി ഗാർഡ് അദ്ദേഹത്തിനെ പിന്തുടരാതിരിക്കുക, രഹസ്യമായിട്ട് പോവുക വരിക, രാഷ്ട്രം എന്തെങ്കിലും തീപിടിച്ച പാർട്ടി, രാഷ്ട്രം മാത്രമല്ല, രാഷ്ട്രത്തിനോട് അദ്ദേഹത്തിന് ഊറൊന്നുമില്ല, പാർട്ടി എന്തെങ്കിലും തീപിടിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിലും ആരെങ്കിലും മരിച്ചു കിടക്കുന്ന സന്ദർഭങ്ങളിലും അതൊന്നും കാണാതെയും നോക്കാതെയും നേരെ അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഡെസ്റ്റിനേഷൻസിലേക്ക് പോവുക ഇതൊക്കെ പതിവാക്കിയിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ്, പ്രസിഡന്റ് അദ്ദേഹം തന്നെയാണ്. പേരിന് മാത്രം ഒരു പ്രസിഡന്റിനെ വെച്ചിട്ടുള്ളൂ, ദളിതനായ ഒരു പ്രസിഡന്റിനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് പണ്ട് സീതാറാം കേസരിയുടെ കാലത്തുമൊക്കെ നടന്നതുപോലെ തന്നെ ആണ് നടക്കുന്നത്. സൂപ്പർ ഭരണം എപ്പോഴും നെഹ്റു കുടുംബത്തിൽ നിന്നുമാണ്. അപ്പോൾ അത്തരം ഒരു പാർട്ടിയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചാൽ മതി. ഉത്തർപ്രദേശിലെ ഇപ്പോൾ തൽക്കാലം കേസിൽ പ്രതിയായിട്ടുള്ളത് MP രമേശ് റാത്തോഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം നിസ്സാരക്കാരനൊന്നുമല്ല, MP മാത്രമല്ല, ഉത്തർപ്രദേശ് യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. മാതൃക കാണിക്കേണ്ട ആൾ തന്നെയാണ്, ഭാരവാഹിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ജനുവരി 17 അദ്ദേഹത്തിനെതിരെ കേസ്. കുറ്റകൃത്യത്തിലാണോ മാതൃക കാണിക്കേണ്ടത്? മാതൃക അത് കുറ്റകൃത്യം, അത് ആണല്ലോ നെഹ്റുവിൻ പാരമ്പര്യം ഇങ്ങനെ തുറന്നു വരുന്നു എന്ന് പറഞ്ഞതിൽ അതാണ്. ആ മാതൃക ഇങ്ങനെ പിന്തുടർന്ന് വരികയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതൃക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കേസ് വന്നത് കഴിഞ്ഞ ജനുവരി 17 സംഭവം നടക്കുന്നത് കഴിഞ്ഞ 4 വർഷമായിട്ട് പലവട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി അപ്പോൾ ചോദിക്കുക, എന്താ പെൺകുട്ടി ഇതിന് വഴങ്ങിയത്? പരാതി കൊടുക്കാൻ മേലായിരുന്നു. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, UP പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ആളുകൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അജ്ഞരാണ്. ഫെമിനിസം അങ്ങനൊന്നും കേട്ടറിവ് പോലും ഇല്ല. MP പോലെ അധികാരമുള്ള ഒരാൾ, അതും പ്രത്യേകിച്ച് വെളുത്ത് സുമുഖനായിട്ടുള്ള ഒരാൾ, പണക്കാരനായിട്ടും സ്വാധീനമുള്ള ആളായിട്ടും വഴങ്ങിയില്ലെങ്കിൽ കൊല്ലാൻ കഴിവുള്ള ഒരാൾ വരുമ്പോൾ വഴങ്ങി അങ്ങ് കൊടുക്കുക, പിടക്കോഴിയെ പോലെ. നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ പിടക്കോഴി വഴങ്ങുന്നത് പോലെ വഴങ്ങുക. ആ ഒരു മനഃശാസ്ത്രം അവിടെ ഉണ്ട്, അടിമത്ത മനഃശാസ്ത്രം. തങ്ങളുടെ ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യൻ ഭരണഘടന എന്നൊക്കെ പറയുന്നു, ഭരണഘടന നൽകിയിട്ടുള്ള വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ആ വിയുടെ അർത്ഥം മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ പറയുന്നു മോദിയെ പഠിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഈ പാവപ്പെട്ട പെൺകുട്ടികളെയാണ്. ഉത്തർപ്രദേശിലെ പോലുള്ള ദളിതരും പിന്നോക്കക്കാരുമായിട്ടുള്ള അധസ്ഥിതരായിട്ടുള്ള അധകൃതരായിട്ടുള്ള പെൺകുട്ടികളെയാണ്. അത് നടക്കുന്നില്ല. രാഷ്ട്രീയക്കാരത് പഠിപ്പിക്കുന്നില്ല. മറിച്ച് കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരെ ചൂഷണം ചെയ്തു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഇതിനെക്കുറിച്ച് വല്ലതും അറിഞ്ഞു കാണുമോ? കാരണം പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ കൂടെയാണല്ലോ. മിണ്ടില്ലല്ലോ, അറിഞ്ഞാലും മിണ്ടില്ലല്ലോ. കാരണം സ്വന്തം ആങ്ങളെ തന്നെ വീട്ടിലില്ലേ, അദ്ദേഹത്തിൻ്റെ ചെയ്തികളും ഒക്കെ അത് അവർ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ നേരെയാക്കാൻ പറ്റാത്ത ആൾ പിന്നെ അവരുടെ ഈ വിദൂരത്തുള്ള UPയിലെ വിദൂരമായിട്ടുള്ള ഈ സിതാംപൂരിലെ MP ആയിട്ടുള്ള ആളിനെ എങ്ങനെ അറിയാം? സിതാംപൂരിലെ MP എന്ന് പറയുമ്പോഴും രാകേഷ് റാത്തോഡ് എന്നുള്ള പേരൊരു ഹരിയാൻവി പേരാണ്. അപ്പോൾ ഉത്തർപ്രദേശുമായിട്ട് അടുത്ത സംസ്ഥാനമാണല്ലോ, അങ്ങനെ വരുന്നതാകാം, അങ്ങനെ വരാറുണ്ട്. അങ്ങനെ ആയിരിക്കണം ആ സംഭവം. എന്തായാലും ശരി, അവിടെ നിന്ന് നിയന്ത്രിക്കാൻ ഇവർക്ക് പറ്റില്ല. ആദ്യം നിങ്ങൾ നന്നായിട്ട് വേണം താഴെയുള്ളവരെ നന്നാക്കാൻ, മാതൃക കാണിച്ചിട്ട് വേണം. അതായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മാതൃക. അതല്ല ഇന്നുള്ളത്. ഇന്ന് നെഹ്റു കുടുംബത്തിൻ്റെ അവരുടെ അധികാര സ്ഥാപനത്തിനും അവർക്ക് ഇന്ത്യയുടെ അധികാരം കൈകളിൽ എന്താനും വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ്. പിന്നെ അത് പ്ലസ് സ്തുതിപാഠകർ.
മല്ലികാർജുൻ ഖാർഗെയെ പോലെ KC വേണുഗോപാലിനെ പോലെ കുറേ സ്തുതിപാഠകരും ചേർന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത് അതപ്പതിച്ചിരിക്കുന്നു. പിന്നെ എന്ത് ധാർമ്മികത, എന്ത് എത്തിക്സ്? ഉത്തർപ്രദേശിലെ കാണാം, യോഗി ഭരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ബലാത്സംഗത്തിനിരയായ ഉടനെ പാഞ്ഞ് ചെല്ലും പ്രിയങ്ക ഗാന്ധി. അവരുടെ MP തന്നെ കാണിക്കുമ്പോൾ ഇതുവരെ കാമാന്നൊരക്ഷരം രാഹുൽ ഗാന്ധിയോ ഇദ്ദേഹവും വേണ്ടിയിട്ടില്ല. ഇദ്ദേഹം സ്വന്തം വീട്ടിൽ വെച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എങ്ങനെ അറസ്റ്റ് ചെയ്തു? യോഗി പറഞ്ഞിട്ടല്ല അറസ്റ്റ് ചെയ്തത്. അലഹബാദ് ഹൈക്കോടതിയുടെ വിധി അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം മുൻകൂർ ജാമ്യമൊക്കെ കൊടുത്തിരുന്നു കേസിന് വേണ്ടിയിട്ട്. അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് അറിയാം ഇദ്ദേഹത്തിന്. മുൻകൂർ ജാമ്യം തള്ളിക്കളഞ്ഞു. കാരണം എന്താണ്? തെളിവുകളുണ്ട്, എവിഡൻസ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ സംഭവം നടക്കുകയായിരുന്നു. അപ്പം നമ്മൾ ചോദിക്കുക എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഇതിന് വഴങ്ങി? വേറൊരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹം ഒരു വഞ്ചന കൂടി നടത്തി, കൊടും വഞ്ചന, ഒരു പെണ്ണിനെ പറ്റിക്കുന്ന പരിപാടി കൂടി. ഇയാൾ ആ പെൺകുട്ടിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊള്ളാം. അപ്പോൾ ആ പെൺകുട്ടി അത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ തെറ്റ്, വിശ്വസിച്ചു എന്നുള്ളത് ആ കുട്ടിയുടെ തെറ്റ്. ആ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ ഈ പെൺകുട്ടിയെയും പറ്റിച്ചു. ഇദ്ദേഹം 2 തരത്തിലിവിടെ വഞ്ചന കാണിച്ചു. സ്വന്തം കുടുംബത്തിനോട്, അദ്ദേഹത്തിനൊരു ഭാര്യയും കുടുംബവും കാണുമല്ലോ, അവരോട് കാണിച്ച വഞ്ചന. പിന്നെ ഈ പെൺകുട്ടിയോടെ കാണിച്ച വഞ്ചന. പിന്നെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ പാർലമെൻറ്റിലെ ഒരു അംഗമാണ്, പാർലമെൻറ്റിനോട് കാണിച്ച വഞ്ചന. താങ്കൾ പറഞ്ഞതുപോലെ പകുതിയിലേറെ പേര്, 600 പേരുള്ളതിൽ പകുതിയിലേറെ പേരും സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ തന്നെയാണ്. അതിൻ്റെ ഒരു ക്രെഡിറ്റിലാണ് പപ്പു യാദവിനെ പോലുള്ളവർ വന്ന് പാർലമെൻറ്റിൽ അഭിരമിച്ചിരുന്നത്. തെറ്റ് ചെയ്യുന്നത് ഒരു അഭിമാനമായിട്ടും തൊപ്പിയിലെ തൂവലായിട്ടും കരുതുന്ന ആൾക്കാരാണ് ഈ സമാജ്വാദി പാർട്ടിയിലുള്ള ഭൂരിപക്ഷം പേര്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. യോഗി വന്നതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ ക്രിമിനൽ രാജ് ഒട്ടൊന്നും കുറഞ്ഞത്. അതുകൊണ്ട് യോഗി ഇത് ഉത്തർപ്രദേശിൽ മാത്രം ചുരുക്കി കാണാനുള്ളതല്ലേ, കേരളത്തിൽ കേരളവും ഇപ്പോൾ ആ വഴിക്ക്. അതാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ പറയുന്ന നല്ലത് G. സുധാകരൻ തന്നെ പറയുകയാണ്, ഗുണ്ടാരാജിൻ്റെ, ക്രിമിനൽ രാജിൻ്റെ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. തെരുവിലിറങ്ങുന്ന നമ്മൾക്ക്, ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടത്തുന്ന നമുക്ക് ജീവൻ എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടോ? ഏത് നിമിഷവും കഴുത്തിൽ നിന്ന് അറ്റുപോകാമെന്നുള്ളൊരു ഭീതിയോടുകൂടി തന്നെ ഞാൻ ഈ അഭിപ്രായം പറയുന്നു. എന്നിട്ടാണ് ഇവർ ഭരണഘടനയെ പറ്റി പറയുന്നത്. ആ ഭരണഘടന ഉണ്ടെങ്കിൽ അതിൽ 19(1)(a) ഉണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ നമ്മുടെ കേരളത്തിൽ ഇന്ന്? ഉണ്ടോ? വാസ്തവത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ? ധൈര്യമായിട്ട് ഒരാൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? ചാനലുകളിൽ അപ്രിയ സത്യങ്ങൾ വന്നതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട പത്രപ്രവർത്തകരുടെ നാടാണ് കേരളം. സ്വദേശാഭിമാനി അനുഭവിച്ച അതിലും വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന പത്രപ്രവർത്തകരുടെ സംസ്ഥാനം. അങ്ങനെയുള്ള സംസ്ഥാനമാണ് കേരളം. അതിനേക്കാൾ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ അനാവശ്യം പറയുന്നത്, ഇപ്പോൾ സ്കൂൾ കലാമേളയിൽ പോയിട്ട് പ്രായമാകാത്ത കുട്ടികളെ പറ്റി അനാവശ്യം പറഞ്ഞിട്ട്, ഇപ്പം നമുക്കറിയാമല്ലോ, അവിടെ ഒപ്പന മത്സരം നടന്നപ്പോൾ അനാവശ്യം പറഞ്ഞത് തീർച്ചയായിട്ടും അവരെ പിടിച്ചിട്ടില്ല. അവരെ പിടികിട്ട പുള്ളികളായിട്ട് വിട്ടുകൊണ്ട് പോലീസുമായിട്ട് ഒത്തുകളി നടത്തുക. അവിടെ ഒന്നും ആക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. അതേസമയം ഈ സുധാകരൻ പറഞ്ഞതുപോലെ തന്നെ വഴിയിൽ പോയാൽ തല കഴുത്തിൽ കാണുന്നില്ലെന്നുള്ളൊരു ഭീതിയോടുകൂടി നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല, കോൺഗ്രസ് MP-മാരാണ് നിങ്ങളുടെ മണ്ഡലത്തിലുള്ളതെങ്കിൽ എന്നൊരവസ്ഥ ഉത്തർപ്രദേശിലും കാണുന്നു. പക്ഷേ യോഗി ഒരിക്കലും അത് വെറുതെ വിടാൻ പോകുന്നില്ല. ആ തെറ്റിന് ശിക്ഷിക്കപ്പെടും. മോദിക്കെതിരെ അറബിക്കടൽ ഇളകി വന്നാലും ശരി, അദ്ദേഹം ഉറച്ച് ആ ശിക്ഷയിൽ തന്നെ നിൽക്കും എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏക ആശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.